ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ വലിയൊരു സ്ഥാപനത്തിലെ മാനേജർ വീട്ടിലെ എന്തോ പ്രശ്നത്തിൽ വ്യാകുലനായിട്ട് ഓഫീസിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വല്പം ലേറ്റായി ഓഫീസിലെത്തിയ ഒരു ഓഫീസർ തൻ്റെ റൂമിലെത്തിയത്. അയാളെ കണ്ടപാടെ മാനേജർ വളരെയധികം കോപത്തോടെ പല കുറ്റങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശകാരിക്കാൻ തുടങ്ങി. ഇത് ഓഫീസറുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. ഓഫീസ് വിട്ട് വൈകിട്ട് വീട്ടിലെത്തിയ അയാൾ തൻ്റെ ഭാര്യയെ ചെറിയ ചില കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് കണക്കിലധികം ശകാരിച്ചു. ഭാര്യയ്ക്ക് അകാരണമായി തന്നെ ശകാരിച്ചതിൽ വിരോധം തോന്നിയെങ്കിലും മക്കൾ അറിയണ്ട എന്ന് കരുതി മൗനം പാലിച്ചു. കുറച്ചു കഴിഞ്ഞ് മക്കൾ രണ്ടുപേരും കൂടി മുറിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവർ അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ പുറത്തുവിട്ടു. പോയിരുന്നു വല്ലതും പഠിക്കടാ എന്ന് മക്കളോടവർ അലറി പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയോട് ദേഷ്യം തോന്നി. അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു കല്ലെടുത്ത് കൂട്ടിൽ കിടന്ന പട്ടിക്കിട്ട് നല്ലൊരേറ് വെച്ച് കൊടുത്തു. അങ്ങനെ അവരുടെ ദേഷ്യം തീർത്തു. പാവം പട്ടി കൂട്ടിൽ കിടന്ന് ആരോട് പ്രതികരിക്കാനാണ്? എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കോപമാണ് നാവിലൂടെ പുറത്തു വരുന്നത്. ഒരു തീപ്പൊരി പോലെ ഇല്ലാത്ത അടുപ്പിൽ നിന്നും തീ ഊതി കത്തിക്കാനാകുമോ? നാവിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന് നന്മയ്ക്കായിട്ടും മറ്റേ തിന്മയ്ക്കായിട്ടും ഉപയോഗിക്കാം. പടുത്തുയർത്തുവാനും ഇടിച്ചു തകർക്കുവാനും അതിന് കഴിവുണ്ട്. സുഹൃത്തുക്കളെ സമ്പാദിക്കാനും ശത്രുക്കളെ ഉണ്ടാക്കുവാനും നാവിന് കഴിയും. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾക്കനുസരിച്ച് നാവ് ഉപയോഗിക്കാതെ വികാരങ്ങളെ ഉള്ളിലൊതുക്കി ശാന്തചിത്തരായി സഹജീവികളോട് സംസാരിക്കാൻ നമുക്ക് ശീലിക്കാം. സദൃശവാക്യം 29:11 പ്രകാരം പറയുന്നു: മൂഢൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. ഈ വചനം എന്നും നമുക്ക് വഴിവിളക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.